ആതിര സരസ്വത കാലാവസ്ഥ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ എനിക്കിപ്പോൾ ഉണ്ട്. ആതിര, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് കാലാവസ്ഥ? മഴ മുന്നറിയിപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഗുഡ് മോർണിംഗ് സേതു. പ്രേക്ഷകരെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ വീണ്ടും സജീവമാകുകയാണ്. പ്രത്യേകിച്ച് ഒരു ജില്ലയിലും ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. മാപ്പ് പരിശോധിക്കുമ്പോൾ എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഗ്രീൻ അലേർട്ട് നൽകുക എന്നാൽ ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ശക്തമാകും എന്നുള്ള ഒരു മുന്നറിയിപ്പോട് കൂടിയാണ്. അതായത് നേരിയമായ ഒരു മഴ അല്ലെങ്കിൽ വ്യാപകമായ മഴയൊക്കെ ആയിരിക്കും ഈ അലേർട്ട് നൽകുന്നതിലൂടെ ലഭിക്കുക. മറ്റ് യെല്ലോ അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുകളും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷമാകും മഴ കൂടുതലും പെയ്യുക. കന്യാകുമാരി കടലിന് മുകളിലായി ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും തുടർന്ന് ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ മഴ സജീവമാകും എന്നുള്ളതാണ്. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശങ്ങളിലും മണിക്കൂറിൽ 35 കിലോമീറ്റർ മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇനി സംസ്ഥാനത്തെ താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും കണ്ണൂർ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ മഴ സജീവമാകുന്ന ഒരു കാഴ്ചയാണുള്ളത്. ശനിയാഴ്ചയൊക്കെ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്.